ഇറ്റ്സ് എ മിറാക്കിൾ സാർ. ഡോക്ടേഴ്സിന് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന, അല്ലെങ്കിൽ ഏതോ മുജ്ജന്മ പുണ്യം. അതല്ലാതെ മെഡിക്കൽ സയൻസിന്റെ കഴിവല്ലാന്നാ പറയുന്നത്. എത്രയും പെട്ടെന്ന് നല്ല സ്റ്റേറ്റ്മെന്റ് എടുക്കണം. എന്നിട്ട് FIRന്റെ ഒരു കോപ്പി എന്റെ ഓഫീസിൽ എത്തിക്കാൻ സുരേഷിനോട് പറയൂ. സർ. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നാ കേട്ടത്. അതിന് മാത്രം വെട്ടും കുത്തും ഉണ്ടായിരുന്നത്ര ശരീരത്തില്. ഇത്തവണ എണ്ണം കുറച്ച് കൂടിയെന്നേ ഉള്ളൂ. വെട്ടും കുത്തും മൂപ്പർക്ക് പുതിയൊരു കാര്യമൊന്നുമല്ലല്ലോ. വേറെ എവിടുന്ന് വന്ന ഗ്യാങ് എന്നാ പറയുന്നത്? ഏതോ മുൻവൈരാഗ്യം ആ സ്റ്റേഷൻ ഉള്ളപ്പോഴാണ്. അതല്ല, അബൂബക്കർ ഹാജി ആൾക്കാർ വന്നാ കേൾക്കുന്നത്. സത്യം എന്താന്ന് പറച്ചോന്ന് മാത്രം അറിയാം. അങ്ങനെയാണെങ്കിലേ ഇത് ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇനി ഉണ്ടാവും ബാക്കി. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്നല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങ് ഇടുക്കിയിലോട്ട്, അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കരകണ്ട് തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോ ഈ ജീവച്ഛമായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം. ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പഴയ ചോരത്തിളപ്പുള്ള സോളമനായി തന്നെ നിന്നെ എനിക്ക് കിട്ടണം. പിന്നെ പത്രത്തിൽ നീ ഒരുപക്ഷെ അറിഞ്ഞു കാണും, നമ്മുടെ ചാണ്ടിക്കുഞ്ഞ് തൂങ്ങിച്ചത്ത കാര്യം. പാവം, തൂങ്ങിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം. പക്ഷേ ചങ്കുറപ്പുള്ളവനായിരുന്നു. മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനതെന്നോട് പറഞ്ഞില്ല. ദയാനക്കരുത്, ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത്. ഇതൊരു തുടക്കം മാത്രം. ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് പോകുമ്പോ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും. നാടിളക്കി ഒരു പ്രക്ഷോഭം. ഒരു പോലീസുകാരന്റെ ജീവനോട് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത്? ദീപ് സാറിനെ കണ്ടപ്പോഴാ പറഞ്ഞേ, എഴുന്നേറ്റ് നടക്കാറായി ഇത്രേ. കൂടി വന്ന ഒരാഴ്ച അതിനുള്ള ആസ്പത്രി വിടുന്നാ പറഞ്ഞേ. ആസ്പത്രി വിട്ടാലും പഴയ പോലെ ഉച്ചിലൊന്നും ഉണ്ടാവില്ല. അമ്മാരി കിട്ടലല്ലേ കിട്ടിയേ. കിട്ടാണ്ട് നിൽക്കുവോ? മുട്ടിയത് ആരോടാ? അബൂബക്കർ ഹാജിയോടെ. മൂപ്പറിന് ഏറെ കാലമൊന്നും ഇവിടെ ഉണ്ടാവില്ല. എവിടെയെങ്കിലും സ്ഥലം മാറിപ്പോണായിരിക്കും നല്ലത്. അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളാരെങ്കിലുമൊക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും. എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. സുരേഷ് സാർ ഇന്നലെ പറഞ്ഞതാ, നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നടക്കും. അല്ല, ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, സാറിന്റെ സൗകര്യം. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല. എന്റെ ചോര വീണ മണ്ണായത്. ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനിനി പോയിക്കോട്ടെ സാർ. താൻ നിക്ക്, കുറച്ചു നേരം ഞാൻ സെറ്റിൽ ആയിക്കോട്ടെ. ഞാൻ പോകുന്നില്ല. ഹബീബ് എന്ന സ്റ്റേഷനിലേക്ക് ഇല്ലേ, രാത്രിയാകുമ്പോൾ ഒരാളിങ്ങ് വരണം. ശരി സാർ.
എന്നാലും നിന്നെ ഈ രൂപത്തിൽ കാണേണ്ടി വന്നല്ലോടാ എനിക്ക്. സാരമില്ലച്ചോ, അച്ഛൻ തന്നെ പലപ്പോഴും പറയാറുള്ളത് പോലെ വാളെടുത്തവനെ കാത്തിരിക്കുന്നത് വാളല്ലാണ്ട് വരികയില്ലല്ലോ. അത് പോട്ടെ, അച്ഛൻ ഈ അസുഖങ്ങളെല്ലാം കൂടെ വെച്ചോണ്ട് ഇത്രയും ദൂരം യാത്രയും ചെയ്ത് മറ്റേ മോനെ, നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ഇവിടെ ആരേലും വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നില്ലേ? 19 ദിവസം ആശുപത്രി കിടന്നെന്നും തിരിച്ചു കിട്ടുകയില്ലെന്ന് വിചാരിച്ച അത്രയും സീരിയസ് ആയിരുന്നെന്നും ഒക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ. അച്ഛനെ അറിയിച്ച അത് കളരിമുറ്റത്തറിയും. പിന്നെ നെഞ്ചത്തടി നിലവിളിയൊക്കെ ആയിട്ട് ആ പെങ്കൊച്ചുങ്ങളെല്ലാം കൂടെ അത് അറിയിക്കണ്ടെന്ന് പറഞ്ഞു. എടാ കുരുത്തം കെട്ടവനെ, ഒരു മനുഷ്യനാകുമ്പോ ഇതുപോലൊക്കെ പറ്റുകയും ആശുപത്രി കിടന്നിരിക്കുകയും ചെയ്യും. ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും പെങ്ങന്മാരൊക്കെ തന്നെയാ, അല്ലാതെ പോലീസുകാരല്ല. അച്ഛൻ എപ്പം പോകുന്നു കുറിച്ച് തന്നെത്തുന്ന? ആ എന്റെടാ, ഇന്നലെ രാത്രിയിലാണ് ഞാൻ വിവരം അറിയുന്നത് തന്നെ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ? വെളുപ്പിനത്തെ കോട്ടയം ഫാഷന് പുറപ്പെട്ടതാ. 5 6 ബസ് മാറി മാറി കേറി ഇറങ്ങി ഇവിടം വരെ എത്തിയത്. എന്റെ കർത്താവേ, എന്നാ ക്ഷീണവാ. എന്നാ അച്ഛനൊരു കാര്യം ചെയ്, കുളിച്ചേച്ച് എന്തേലും കഴിച്ചിട്ട് കയറി കിടക്ക്. കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം. ആ ശരി, മതി മതി. ഒരെണ്ണം കൂടി. ഹോട്ടൽ ഭക്ഷണം പോലെയല്ല, ഒരെണ്ണം കൂടുതൽ കഴിച്ചാലും ദഹനക്കേടൊന്നും ഉണ്ടാവില്ല. ദഹനക്കേട് ഉണ്ടായാൽ തന്നെ എന്നാ പിള്ളേച്ച, കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ആ ഇവനൊന്ന് നേരെയാവട്ടെ, എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാം. എന്നാലെങ്കിലും ഇവനൊന്ന് നന്നാവുമല്ലോ. ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കൽ അച്ഛനല്ല, മിഷിക തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് ഞാൻ തന്നെ വിചാരിക്കണം. അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്നൊരു കാലം വരികയാണെങ്കിൽ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം പെണ്ണ് അന്വേഷിക്കാൻ. ഓ, പട്ടിയുടെ വാല് താനെ നിവരുന്നതും നോക്കി ഞാൻ അവിടെ ഇരിക്കാം. പള്ളിമേടയിലല്ല, പള്ളി ചിമ്മിത്തേരിയില്ല. അന്ന് നിനക്ക് തോന്നുകൂടാ ഞാൻ ഈ കിടന്ന് കാറിയതൊക്കെ എന്നാത്തിനാണ്. നന്നാകാനുള്ളതല്ല പിള്ളേച്ച, ഇവൻ നന്നാകുന്നതും കോഴിക്ക് മുല വരുന്നതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും. ആ ഞാൻ ഇറങ്ങുക, എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. ഇപ്പൊ തന്നെ പോണോ? നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാച്ചോ? അത് പോരടാ, അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ടാ. ഒരു ദിവസം മാറി നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോകും. രണ്ടാമതൊന്ന് കൂട്ടിക്കെട്ടുക എന്ന് വെച്ചാ വലിയ മെനക്കേടാ. എന്നാ പിന്നെ പിള്ളയെ ജീപ്പിൽ കൊണ്ട് വിടും ബസ് സ്റ്റാൻഡ് വരെ. പിള്ളേ നീ എന്നോട് പറ, ഏത് ചെകുത്താന്റെ മക്കളായത് ചെയ്ത്? സത്യമായിട്ടും നിനക്കറിയാൻ വേണ്ടേ? എനിക്കറിയാച്ചോ, എന്റെ കഴുത്തിന് നേരെ വന്ന ആ വടിവാളിന് പിന്നിലെ മുഖം, ആ രൗദ്രഭാവം ഇന്നും എന്റെ കൺമുന്നിലുണ്ട്. പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കണ്ട. അതടഞ്ഞാനിരിക്കട്ടെ. കർത്താവിന്റെ കുഞ്ഞിന് നല്ലത് വരുത്തട്ടെ. കൊള്ളുകേലാത്തവനാ, ആരോടും കരുണയില്ലാത്തവൻ, ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാവന്. പക്ഷെ എനിക്ക് അവനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റുകയില്ല. അവനെന്റെ കുഞ്ഞാ പിള്ളേച്ച. ആളുകളെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ. കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ. ഒക്കെ നേരെ ആവോച്ചോ. ഇപ്പൊ പഴയ പോലൊന്നുമല്ല. വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട്. 1-2 തവണ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ നന്നാകാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാ എനിക്ക് തോന്നിയത്. ആ നന്നാവുമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിള്ളേച്ച. ആ എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാണ്ട അഡ്രസ് KM മുഹമ്മദ്, പാലക്കണ്ട് വീട്, ബദിയെടുക്ക. ഞാൻ കേട്ടിട്ടില്ല ചോ. പിള്ളേച്ചന് ചിലപ്പോ ആളെ അറിയില്ലായിരിക്കും. കുറെ ആയിട്ട്
ഒരു വശം നടന്ന് കിടപ്പ. നമുക്ക് അന്വേഷിക്കാം. അച്ഛനെന്താ ഈ പാലക്കണ്ടിയായിട്ട്? ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളുടെ ഒരു മോളുണ്ട്, 6 വയസ്സുകാരി ആമിന. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാൽവിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഇത്രടം വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്ന് കണ്ടില്ലെങ്കിൽ. ഇവിടെ ഏതോ ഒരു സ്കൂളില് 1ാം ക്ലാസ് സ്റ്റുഡന്റാ, മിടുക്കി കുട്ടിയാ. ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു. എന്നാ പിന്നെ എളുപ്പം ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ തിരക്കാം. അച്ഛനോട് നിൽക്ക്, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ആ കുട്ടി അങ്ങ് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക വികാരിയായി എനിക്ക് ഇങ്ങ് വടക്കേറ്റത്ത് കിടക്കുന്ന കാസർകോട്ടെ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ദൈവഹിതമെന്നല്ലാതെ എന്താ പറയുക? ആമിനയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് അവർക്ക് തോന്നിയ ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത്. ഇന്ന് 5 നേരം പഠിച്ചോന്റെ മുന്നിൽ അവർ മുട്ടുകുത്തുന്നത് അവർക്ക് വേണ്ടിയല്ല, ഫാദറിന്റെ കൂടെയുള്ള ആ നല്ല മനുഷ്യർക്കും വേണ്ടിയാ. ഞാൻ അതിന്റെ ട്രസ്റ്റി മാത്രമാ. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ ഒരു അന്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാ ഈ ട്രസ്റ്റിനെയും അതുവഴി ആമിന മോളെ പോലുള്ളവരുടെ ജീവിതവും നിലനിർത്തും. നന്ദി പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആ സന്മനസ്സുകളോടാണ്. പ്രാർത്ഥനയുണ്ട് ഫാദർ. ഞങ്ങളുടെ ആമിന മോളെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ആ നന്മ ഓർക്കും, ആ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് വേണം. അവനവന്റെ പ്രാർത്ഥനയല്ല, തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിലെത്തുന്നത്. ഞാന് മോളോട് പറഞ്ഞില്ല, ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല, എന്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെത്തിയപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ഒരു കുഞ്ഞുണ്ട്. അവനെ ഞാനിന്ന് കണ്ടു. മരണത്തിന്റെ വാതിക്കലോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. അതിന് കാരണം അവന്റെ പ്രാർത്ഥനയോ ആഗ്രഹവുമല്ല, മോള് പറഞ്ഞ ആ ഉമ്മയുടെ 5 നേരത്തെ പ്രാർത്ഥനയാണ്. അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത് 2 ജീവിതങ്ങളെയാണ്. ഒന്ന് ഈ കുഞ്ഞുമോളുടെ, മറ്റൊന്ന് അവന്റെ തന്നെ. മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അവന്റെ പേര് സോളമൻ എന്നാണ്. ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നാട്ടുകാർക്കെല്ലാം അവൻ തെമ്മാടിയാ, മനസാക്ഷിയില്ലാത്തവനാ. പക്ഷെ മറ്റാരും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി കുരുന്ന ജീവനെ കൈപിടിച്ചുയർത്തിയത്. അതുകൊണ്ട് അവനവന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ ജീവിതം അത് ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല. ഈ ആമിന മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ, അവനൊരു മനുഷ്യനായി കാണാൻ. കേട്ടപ്പോ സത്യമായിക്കത്തില്ലെന്നാണ് മോനെ വിചാരിച്ചത്. 1.5 മാസത്തിലധികമായി മല കയറിട്ട് അങ്ങ് മറയൂർ കാട്ടില്. എന്നാ പറ്റടാ? ഞാൻ പറയാം. നല്ല കൈതച്ചക്ക വാറ്റിയതാ.
മറയൂരുണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേരുടെ വക സ്പെഷ്യലാ. എനിക്ക് വേണ്ട വാച്ച. വേണ്ടേ? അതിനെ പറ്റി എന്റെ സാറേ, ഇതിങ്ങനെ ആപ്പിയൊപ്പ സാധനമൊന്നുമല്ല. ഒന്ന് രുചിച്ചു നോക്കിട്ട് പറ. വേണ്ട വാച്ച, മദ്യം ഇനി വേണ്ട. എന്നാ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും എന്റെ കൊച്ചെ, ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് നിനക്ക് എന്നോട് വിളിച്ചു പറയായിരുന്നല്ലോ. മറയൂർ കാട്ടിലല്ല എവറസ്റ്റിന്റെ നെറുകയിലാണേലും പറന്നെത്തുമായിരുന്നു വാവച്ചൻ. നിന്നെ തൊടാൻ മാത്രം ചങ്കറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത്? എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ വാവച്ചൻ ഈ മീശയം വെച്ച് ആണാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ ഒരു വാക്ക് പറ, ഞാൻ കാണിച്ചുതരാം ഈ വാവച്ചൻ ആരാണെന്നും വാവച്ചൻ ഇവിടെ എന്നാ ചെയ്യാൻ പറ്റുമെന്നും. വേണ്ട വാച്ച, ഇനി ഒരു ചോരയ്ക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാരപ്പിടിയിലോ അത് അവസാനിക്കത്തില്ല. അവിടുന്ന് തുടങ്ങത്തേ ഉള്ളൂ. എനിക്ക് വയ്യ വാവച്ച, എനിക്ക് വയ്യ. നിനക്കെന്നാ പറ്റാ? പേടിയാണോ? തോറ്റുപോകുന്നുള്ള പേടി? അല്ല വാവച്ച, ജയിച്ചു കളയുമെന്നുള്ള പേടിയാ. ഒരു വട്ടം ജയിക്കാൻ, ഒന്ന് തലയുയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം, എത്ര തലകൾ അരിഞ്ഞ് താഴെയിടണം. മതി, ഇനി വയ്യ. വാവച്ചനൊരു കാര്യം ചെയ്, കഴിക്കാവുന്നത് കഴിച്ചോ, എന്നിട്ട് പോ. ഞാനൊന്ന് കിടക്കട്ടെ. നീ കിടന്നോ, ഞാൻ ഇറങ്ങാ. വിളിച്ചാ മതി, വാവച്ചാന്നൊരു വിളി. ഞാനിവിടെ ഉണ്ടാവും ഏത് നേരത്തും.